ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അമറാത്ത് പാർക്കിലാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി നടത്തുന്ന ഒരു പരിപാടിയിൽ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് ആ പരിപാടി കാണാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ കലാപരമായിട്ട് കുറേ പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ കുറേ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓരോന്നോരോന്നായിട്ട് കണ്ടിട്ട് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. എന്താ ഒരു പരിപാടി എന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് കൂട്ടിനെ കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? പറയൂ ബ്രോ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഈ പരിപാടിക്ക് വന്നിട്ട് എന്താണ് ഫീൽ ചെയ്യണത്? നമ്മുടെ ആള് വന്നതല്ലേ, നമ്മളാള് വന്നതാണ്. പിണറായി വിജയൻ. പിണറായി വിജയന്റെ ഫാനാണോ? ആ, അതെ. നമ്മളവരുടെ നാട്ടിൽ നിന്നല്ലേ. അതെ, കണ്ണൂരാ. കണ്ണൂര്. അടിപൊളി. ക്ലിഫ് ഹൗസ് ഒക്കെ അടുത്തല്ലേ? ക്ലിഫ് ഹൗസ് ഒക്കെ അടുത്താണ്. ഓക്കെ. എന്തേലും ഇതിനെപ്പറ്റി പറയാനുണ്ടോ എനിക്ക്? ഒന്നും പറയാനില്ല. ഈ പരിപാടി ഫുള്ള് കണ്ടോ? ഫുള്ളൊക്കെ കണ്ട്. ഞാൻ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗത്ത്. ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. പിണറായി വിജയനെ കാണാൻ പറ്റിയോ? ആ, ദൂരെന്ന് കാണാൻ പറ്റി. ഹായ് ഒക്കെ തന്നു. അടിപൊളി. ഓക്കെ. വേറെന്താ, രണ്ടാളും മാത്രമേ വന്നിട്ടുള്ളൂ? അതല്ലേ? ഓക്കെ. ഇവിടെയാണ് പഠിക്കണേ? ആ, ഇവിടെ തന്നെ പഠിക്കുന്നു. ഇന്ത്യൻ സ്കൂൾ മസ്കറ്റ് അല്ലേ? ഗോബ്ര അതോ താർ സൈറ്റ് അല്ലേ? ഓക്കെ. അങ്ങനെ നമുക്ക് പുതിയൊരു ഫ്രണ്ട് കിട്ടിയേക്കണം. പേരെന്താ? ദേവനാഥ്. അസ്ലം. അപ്പൊ നമുക്ക് ആൾക്കാർ കൂടി വരികയാണ്. ഈ പരിപാടിനെ പറ്റിയിട്ട് പറയും. പരിപാടി നമ്മുടെ ഒരു നാടൻ കലാരൂപങ്ങളെല്ലാം ഉൾപ്പെട്ട് നല്ലൊരു പരിപാടി പ്രോഗ്രാമാണ് ഇത് ചെയ്തേക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തോന്നുന്നു ഇവിടെ വരുന്നത്. വളരെ സന്തോഷം. ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. വളരെ സന്തോഷം. അവരുടെ പേരെന്താ? സുൽഫി. എവിടെ നാട്ടില്? കോഴിക്കോടാ. ഇവിടെ എന്താ പരിപാടി? ഫാർമസിസ്റ്റ്. പരിപാടി ഫുള്ള് കണ്ടോ? ഫുള്ള് കറങ്ങി വന്നിട്ടേ ഉള്ളൂ. വന്നു കയറിയുള്ളൂ അല്ലേ? ഓക്കെ. പിണറായി വിജയന്റെ ഫാനാണോ? അല്ല. രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടെങ്കിലും എല്ലാ പരിപാടികളും ഇവന്റ് ബേസ് ചെയ്ത് തോന്നുന്നതാണ്. എൻജോയ് ചെയ്യുന്നുണ്ടോ? ഓക്കെ. നാട്ടിലൊരു ഉത്സവത്തിന് വന്ന എക്സ്പീരിയൻസ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചന്ത എന്ന് പറയുന്നത് അനുഭൂതിയാണല്ലോ. അതെ. ഇപ്പൊ നമ്മുടെ നാട്ടില് പൂരൊക്കെ വന്നു കഴിഞ്ഞാല് അതിനോടനുബന്ധിച്ചുള്ള എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ വന്നൊരു ഫീലാണ് ഇവിടെ. കുറച്ച് സ്റ്റാളുകളും പരിപാടി ആൾക്കാരും ബഹളം ഫുൾ മലയാളികളൊക്കെ ആയിട്ടല്ലേ? അതേപോലത്തെ ഒരു ഫീലാണ്. പഞ്ചവാദ്യം, ഡാൻസ് പരിപാടി എല്ലാം ഉണ്ട് ഇവിടെ. ശിങ്കാരിമേളം ഒക്കെ അവനാണ് എനിക്ക് പഠിപ്പിച്ചത്. സോറിടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പുതിയ ആൾക്കാർ ഇനി സർപ്രൈസ് ആയിട്ട് കാണുമെന്ന് വിചാരിക്കണം. ഓക്കെ. എന്താ പേര്? അത് കിട്ടി. എങ്ങനെയുണ്ട് പരിപാടി? മൊത്തത്തിൽ കളറാണോ? സൂപ്പർ. അത്രയും ക്രൗഡുള്ള ഒരു പ്രോഗ്രാം മസ്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, അത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഗൈസ്. അത്ര ക്രൗഡുള്ള ഗൈസ് ഒരു പരിപാടിയാണ് മസ്കറ്റില്. നമുക്കിപ്പോ 1, 2, 3 ഡ്രോൺ ഉണ്ട്. നമുക്കിപ്പോ ഡ്രോണുകളുടെ എണ്ണം കൂടി വരികയാണ്. മെയിൻ സംഭവം നമ്മുടെ ഇരിക്കും. നമ്മുടെ ഒമാനിലെ തന്നെ മസ്കറ്റിലെ തന്നെ ഫസ്റ്റ് ലൈസൻസ്ഡ് ഡ്രോൺ പൈലറ്റ് ആണ് അസീം. അപ്പോ അതടുത്ത് അഡ്വാൻസ്ഡ് ഗാഡ്ജറ്റ്സുകളുണ്ട്. വേറെന്തെങ്കിലും പറയണ്ട? വേറെ ഒന്നും പറയാനില്ല. അപ്പോ ഡ്രോൺ ഷോട്ടുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. നല്ല കിടിലം പോലെ ഷോട്ടുകൾ എടുത്ത് വരും. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് പോവാം. മൂപ്പര് കുറച്ച് പൈലറ്റിംഗ് ബിസിയിലാണ്. ഓക്കെ. പുനരധിവാസത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം വലിയ തോതിൽ ഉറപ്പുവരുത്താനായിട്ടുണ്ട്. ഡെയിലി ന്യൂസിലും പിന്നെ ചാനലിനൊക്കെ ആളെ കണ്ടിട്ട് ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിനെ നേരിട്ട് കണ്ടു കഴിച്ചു. ദൂരത്താണെങ്കിലും നമ്മുടെ നാട്ടിലത്തൊക്കെ പ്രതിയുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും മലയാളീസ് മാത്രല്ല, വേറെയും അന്യഭാഷക്കാരും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ നാഷണാലിറ്റീസ് ഒമാനികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. എല്ലാവരും ഈ പരിപാടിയുടെ ആ വൈബ് കാണാനും അത് ആസ്വദിക്കാനാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് പിണറായി വിജയൻ ആരാണ് എന്താണെന്ന് ചിലപ്പോൾ അറിയണ്ടാവില്ല. അറിയണവരും ഉണ്ടാവും കേട്ടോ, പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി അല്ലേ. നമ്മളിവിടുത്തെ ഫുഡ് സ്റ്റാളുകൾക്ക് വന്നിക്കാണ്. ഇവിടെ കുറെ ഉണ്ട്. നമ്മുടെ റഹ്മത്ത് റെസ്റ്റോറൻറ്റ്, പിന്നെ MR ഉണ്ട്, പിന്നെ നിസാർക്കാസ് അടുക്കളുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് എല്ലായിടത്തും പോയിട്ട് നോക്കാം, എന്താ പരിപാടികളും നോക്കാം.
ഇവിടെ എന്തോ പരിപാടി ഉണ്ടോ നോക്കിയിട്ട് വരാം. ഓ ഇവിടെ മറ്റേ ഇതാണ് ഗൈസ് 360 മറ്റേ റീൽസിന്റെ സംഭവമാണ് ഇവിടെ ഉള്ളത്. സോറി. ഇപ്പൊ തന്നെ ആക്ഷൻ കാണിച്ചു തുടങ്ങി ചേച്ചി. നമുക്ക് വേറെ കുറച്ച് ടീംസിനെ അവിടെ കിട്ടിയിട്ടാണ്. വിളിച്ചാലും ഫോൺ എടുക്കില്ല, ഒരു വിവരവുമില്ല. സ്നാപ്പ് ഞാൻ ഇപ്പൊ തുറന്നു നോക്കിന്നല്ലോ. എന്റെ സ്നാപ്പ് ഇപ്പൊ തുറന്നു നോക്കില്ല സ്നാപ്പ്. ഒന്നുമില്ല. ഒന്നും പറയല്ലടാ, ഈ അടിപൊളി. നമ്മളെ ബ്ലാക്കിന്റെ ആള് മാത്രം ഗൺമാൻ ആൻഡ് സെക്യൂരിറ്റി സർവീസ് ആണ് പുതിയ നമ്മളെ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നല്ല അടിപൊളി പരിപാടി ഇനി പിന്നു സാറിന്റെ അടുത്തേക്ക് ഒന്ന് പോയോക്കട്ടെ. ബാക്കി പിന്നു സാർ എന്ത് പറയും നോക്കാം. കേട്ടത് പിന്നോ വളരെ ഹാപ്പിയാണ്. നമ്മള് SDP ആരോടും പറയില്ല. ആരും പറയില്ല, വ്ളോഗിൽ കയറി. അപ്പൊ ഗൈസ് നമ്മളിവിടെ വട്ടെറിയാൻ പോവാണ്. അപ്പൊ വട്ടെറിയാൻ വേണ്ടിയിട്ടുള്ള ടീം അവിടെ ഉണ്ട്. അവരെറിഞ്ഞ എന്താവും അറിയാം. നോക്കാം, നമുക്ക് എന്തേലൊക്കെ ആവും തോന്നുന്നു. ഓക്കെ, ഇത് ഒരാൾക്ക് 3 ചാൻസ് ഉള്ളൂട്ടാ. ഒരാൾക്ക് 3 ചാൻസ് ഉള്ളു. ആദ്യം തന്നെ നമ്മളെ കരുത്തുറ്റ പോരാളി ഫെബിൻ ജയിച്ചാ മാത്രം പോസ്റ്റ് ചെയ്യാ. അത് എന്റെ സൗകര്യമാണ്. ഒഴിവാക്കടാ. ഫെബിന് സംഭവം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമ്മളത് നോക്കി കണ്ടു തന്നെ അറിയാം. അത് ആകാശത്ത് കൂടെ പോയി. അടുത്തത് അത് സൈഡിൽ കൂടെ പോയി. അടുത്തത് അത് തട്ടിപ്പോയി. ഇനി അടുത്തൊരു ചാൻസ് ഉണ്ട് ഫെബിന്. അടുത്ത ആള് നമ്മുടെ അസ്ലം. ജസ്റ്റ് മിസ്. ഇത് ചെയ്യാൻ കമോൺട്രാ. ടച്ച് ചെയ്തു. ചാൻസ് ഉണ്ട്. അത് പോയി, അതും പോയി. അടുത്തത് ക്ഷമിച്ചിട്ടറി നിക്ക്. പോയി. അടുത്തതായി നമ്മൾ കാത്തിരിക്കുന്ന നിമിഷം സുൽത്താൻ. ഇതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വൈഡ് എന്താണ് പറയാനുള്ളത്? അടുത്ത ഒരു ക്യൂലും കൂടി നിന്നിട്ട് ഒന്നും കൂടി ഇടും. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? നല്ലൊരു മുന്നേറ്റം. ഓക്കെ, എന്താ പറയാനുള്ളത്? ഇവന് പൊട്ടൻ, ഇവനക്ക് ആവൂല തീരെ. ഉണ്ടാക്കിയില്ലേ അവിടെ പോയിട്ട്. ഓക്കെ, അപ്പൊ അത് ഏകദേശം ഒരു തീരുമാനമായി ഗൈസ്. നേരത്തെ മൈക്ക് ഓഫ് ആയിരുന്നു. എങ്ങനെയുണ്ട് പരിപാടി? നമ്മള് യൂസഫിലിക്കാൻ. അതെ. അപ്പൊ എന്താണ് ഈ പരിപാടിനെ പറ്റി പറയാനുള്ളത്? പരിപാടിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ. ഇത്രയും ക്രൗഡും ഇത്രയും കൗണ്ടേഴ്സും ഒക്കെ ആദ്യമായിട്ട് ഇവിടെ കാണുന്നത്. അതെല്ലേ? പിന്നെ അതിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടക്ട് ചെയ്തത്. നമ്മള് വന്നിട്ട് ഇപ്പോ 2 വർഷത്തിന് മേലായി. ഇപ്പോഴാണ് ഇത്ര മലയാളികളുടെ പരിപാടി കാണുന്നത്. സത്യം, ഇത്രയും മലയാളീസ് ഒന്നിച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, മസ്കറ്റിലുണ്ടല്ലോ. ഓക്കെ. താങ്ക്സ്. ഓക്കെ, വെൽക്കം. ഇതാണ് ഗൈസ് നമ്മുടെ യൂസഫ് അലിക്ക വന്ന വണ്ടി. ഓഫ് കോഴ്സ്. ഹലോ. യൂട്യൂബ് പേഴ്സണൽ വ്ലോഗർ. ആദ്യമേ ഞാൻ
ഇഷ്ടമായി. അസ്ലം നല്ലൊരു പയ്യനാണ്. ഇതൊക്കെ വരുമല്ലോ അല്ലേ? ഇതൊക്കെ വരില്ലല്ലോ അല്ലേ? ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്താ പറയണ്ടേ? പരിപാടി വന്നിട്ടുള്ളൂ, എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇത്തിരി മലയാളികൾ ഒമാനിൽ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. സത്യമായിട്ടും നല്ല അത് പുറത്തിറങ്ങാതെ മറ്റ് സ്ഥലങ്ങളിൽ പോയിരുന്ന മലയാളികളെ കാണൂല. അങ്ങനെയല്ല, പക്ഷെ നമുക്ക് ഈ സ്റ്റോളൊക്കെ കാണുമ്പോ നാട്ടിലെത്തിയ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നല്ല രസം. ആ അതെ അതെ അതെ, നല്ലൊരു എക്സ്പീരിയൻസ്. ഞാൻ പോവാറില്ല. അത് ഞാൻ അങ്ങനെയല്ല, നാട്ടിലെ പൂരത്തിന് പോവാറുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് തൃശ്ശൂരല്ല, എന്റെ നാട്ടില് പൂരം. എത്ര കൊല്ലായി നിങ്ങൾ നാട്ടിൽ? ഞാൻ കൂടുതലും GCC ആണ്. ഞാൻ പറയുന്നില്ല. മസ്കറ്റിൽ വന്നിട്ട് ഈ പൂരം കാണുമ്പോ എങ്ങനെയുണ്ട്? നല്ല തൃശ്ശൂർ പൂരം പോലെ ഉണ്ട്. തൃശ്ശൂർ പൂരം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ടാ പറഞ്ഞ തൃശ്ശൂർ. അത് വളരെ വളരെ ചാറ്റ് GPT ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്ത് തോന്നുന്നു ഈ സമ്പൂർണ്ണ നിമിഷത്തിൽ? ഈ നിമിഷത്തില് ഐ ഡോണ്ട് ലൈക്ക് എന്ത് തോന്നുന്നു ഈ സമ്പൂർണ്ണ നിമിഷത്തിൽ? ഈ നിമിഷത്തില് ഒരു മിനിറ്റ് പിന്നെ ആൻസർ കളിക്കാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഒരു മിനിസ്റ്ററെ? ഇഷ്ടംപോലെ കല്യാണത്തിന് മിനിസ്റ്റർ വന്നിട്ട് ഇവനെ പോലെ തള്ളുന്ന ഒരാള് ഈ മസ്കറ്റിലില്ല. വെറുതെ അലമ്പാക്കല്ലേ. എന്താണ് നിങ്ങളെ വൈഫിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്ന പാട്ട്? പാട്ടോ? ഈ നിമിഷത്തിലോ? പറയൂ, എങ്ങനെയുണ്ട് നമ്മുടെ പൂരം? വളരെ നന്നായിട്ടുണ്ട്. നാട്ടിലെ ഒരു ഉത്സവം പോലെ ഉണ്ട്. സൂപ്പർ. നാട്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനെ കൂടിയിട്ടുണ്ടോ? ഉണ്ട്, കൂടിയിട്ടുണ്ട്. GCC പറയൂ. ഇടയ്ക്ക് ഇതുപോലുള്ള മലയാളികളുടെ പരിപാടി വന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാൻ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി, പക്ഷെ ആദ്യമായിട്ട് GCCയിൽ ഒരുപാട് വർഷമായിട്ടുള്ള ഒരു പ്രവാസിയാണ്. എങ്ങനെ വെക്കണോ? ഒരു 3 മാസം കൂടുമ്പോ ഒരു പരിപാടി വെച്ചാൽ നന്നായിരിക്കും. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എല്ലാ മലയാളികളും ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം എന്താണ്? നമുക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യാലോ. നെറ്റ്വർക്ക് ഏത് തരത്തിലുള്ള നെറ്റ്വർക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആരെ കാണാം? ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ആരെ കാണാം? സെൻസേർഡ്. അങ്ങനെ പരിപാടികൾ ഏകദേശം സമാപിക്കാറായി. എന്താണ് നിനക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? പരിപാടി ഇപ്പൊ തന്നെ സമയം 11:00 മുഖ്യമന്ത്രിയുടെ സംസാരവും ബാക്കിയുള്ളവരുടെ സംസാരവും എല്ലാം കഴിഞ്ഞ് ഇപ്പൊ തുടങ്ങാൻ പോകുന്ന പരിപാടിയാണ്. യഥാർത്ഥ പരിപാടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. കനലിന്റെ ബാൻഡിന്റെ പരിപാടിയാണ് അവിടെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും അതും പിള്ളേരുടെ ഡാൻസ് ഉണ്ട്. കുറെ പേര് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ആരും തെറ്റിദ്ധരിക്കരുത്, സംസാരം മാക്സിമം കുറയ്ക്കുക, പരിപാടിയിൽ ആദ്യം നടത്തുക. ആ ബാക്കിയുള്ളവർ പരിപാടി ഇപ്പൊ കാണുന്നത് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് പോയി കഴിഞ്ഞ്. സംഭവം എന്താണെന്നറിയോ, ഇത് നമുക്ക് നമ്മുടെ പരിമിതികളിൽ എത്തുന്ന കാര്യമല്ല. മുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയോട് പകുതി സംസാരിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. മുഖ്യമന്ത്രിയോട് പകുതി സംസാരിച്ചാൽ മതിയില്ല, ഒന്നില്ലെങ്കിൽ സ്പീഡ് കൂട്ടുക, അല്ലെങ്കിൽ ഐറ്റംസ് പറയുന്ന ഡയലോഗ് കുറയ്ക്കുക. അത്ര ഇപ്പൊ നീ ആക്ച്വലി ഇവിടെ ആസ്വദിക്കാനല്ലോ, നീ വർക്കിനായിട്ടല്ല വന്നത്. ഞാൻ വർക്കിന് വേണ്ടിട്ട് വന്നതാ. ഞാൻ ബാക്കിയുള്ളവർ മാനസികാവസ്ഥ അതൊക്കെ അതുകൊണ്ട് അത് സെപ്പറേറ്റ് സബ്ജക്ട്. എങ്ങനെ പോയി ഇന്നത്തെ വർക്ക്? അൽഹംദുലില്ലാ റാഹത്തായിട്ട് തന്നെ പോയത്, ഒരു കുഴപ്പമില്ല, റാഹത്തായിട്ട് തന്നെ പോയത്. എല്ലാം സ്മൂത്ത് ആയിട്ട് കവർ ചെയ്യാൻ പറ്റി. അത്യാവശ്യം എല്ലാം സ്മൂത്ത് ആയിട്ട് കവർ ചെയ്ത്. പിന്നെ ഇപ്പൊ ബാൻഡ് എല്ലാം കവർ ചെയ്യാൻ പറ്റണമെന്നാണ് ആഗ്രഹം. പക്ഷെ അതിന് ഞങ്ങൾ പോകും. ഇപ്പൊ തന്നെ പോകും. ഞാൻ നേരത്തെ അസീമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന് കോമ്പറ്റീഷൻ ആയിട്ട് വേറെ 3 ഡ്രോണോട് പറക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിനക്ക് കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ പല മീഡിയാസും ഉണ്ട്. എന്താണ് അതിനെ പറ്റി പറയുന്നത്? അൽഹംദുലില്ലാ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ പരിപാടി ഒന്നുമില്ല. നമുക്ക് വിധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് ഈ പരിപാടിയുടെ തന്നെ എൻ്റെ അടുത്ത് ഒരാൾ, എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, നീ പോകുന്നില്ല, മുഖ്യമന്ത്രി കവർ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല ആരും. ഇൻഷാല്ലാ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമെന്ന് പറഞ്ഞു. തവക്കൽത്തോലല്ല, എനിക്ക് വിധിച്ചു, ഞാൻ വന്നു. എന്താണ് ഈ പരിപാടിനെ പറ്റി പറയുന്നത്? പരിപാടി ഉഗ്രൻ തന്നെയാണ്. പക്ഷെ സംസാരം കൂടിപ്പോയി, നമുക്ക് പ്രോഗ്രാം മുഴുവൻ കാണാൻ പറ്റില്ല. തിരക്കും തിരക്കായതുകൊണ്ട് എല്ലാം കൂട്ടം കൂടി നിന്നുകൊണ്ട് കാണാൻ പറ്റാണ്ടില്ല. സ്ക്രീനിൽ കണ്ടിട്ട് കാണേണ്ടി വന്നു. പിന്നെ സത്യം പറയാലോ, നമ്മുടെ ചീഫ് മിനിസ്റ്റർ കുറച്ച് കൂടുതൽ സംസാരിച്ചു പോയി. ആവശ്യത്തിലധികം സംസാരിച്ചു. അതുകൊണ്ട് സമയം വേസ്റ്റായി. എല്ലാവർക്കും പോകാൻ ധൃതിയായി, എല്ലാവരും പോയി. അപ്പൊ സ്റ്റേജ് കാലിയായി, അത്ര തന്നെ. അപ്പൊ അതാണ് ഗൈസ് ഒരുവിധം എല്ലാവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇനിയും
നടന്നു കഴിഞ്ഞാൽ കുറെ പേരെ കാണാൻ പറ്റും, കുറെ കണ്ടന്റ് നമുക്ക് കിട്ടും ചെയ്യും. എന്തായാലും നോക്കാം, കുറച്ചുകൂടിയും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടികൾ എന്താന്ന് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. നാടൻപാട്ട് അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നാടൻപാട്ട് വേറൊരു വൈബാണ്. അങ്ങനെ ഒരു 2-3 പാട്ടിലാണ് ഇരുന്ന് പോയി. ജാസേ, എങ്ങനെയുണ്ടായിരുന്നു നാടൻപാട്ട്? ഇരിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ സമയത്തിന്റെ ആ ഒരു നമുക്ക് കുറച്ച് സമയത്തിന്റെ പരിമിതികളുണ്ട്. നമുക്ക് നാളെയും കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മണിയായാലും കുഴപ്പമില്ല, നമ്മൾ ഇരുന്നേരാം. പക്ഷെ നാളത്തെ കുറച്ച് വർക്കൊക്കെ എല്ലാം മീറ്റിങ്ങിനകത്ത് കുറച്ച് ഡിലേ ആയി പോയി. എനിക്ക് തുടങ്ങാൻ കുറച്ച് ഡിലേ ആയി പോയി തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ പരിപാടികളുണ്ട്. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വ്ളോഗിലേക്ക് വരുന്നേക്കും. ഇൻഷാ അല്ലാഹ് ബൈ.